പത്തനംതിട്ട സീരിയലിന്റെ നാളത്തെ പ്രോമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നന്ദു അനി അവിടെ ഉള്ളപ്പോഴാണ് കേട്ടോ ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. അതേസമയം ആദർശും നയനയും അവിടുന്ന് വീട്ടിലേക്ക് പോകുന്നുണ്ട് ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. നന്ദു വന്ന ഉടനെ തന്നെ പറയുന്നുണ്ട് ആദർശേട്ടനും നയനേച്ചി ഇവിടെ ഉണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നുള്ള കാര്യം കേട്ടോ. അത് കേട്ട അനിയാണെങ്കിൽ നന്ദുവിൻ്റെ അടുത്ത് ചോദിക്കുന്നത്, എനിക്ക് മനസ്സിലാവുന്നുണ്ട് നീ എന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി ശ്രമിക്കുകയാണെന്നുള്ള കാര്യം. നിനക്കറിയാലോ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം. ഇപ്പോൾ വല്യമ്മ ഹോസ്പിറ്റലിൽ കിടക്കാൻ വരെ കാരണം നയനേടത്തെയാണെന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും പറയുന്നത്. പ്രത്യേകിച്ച് ആ അനാമികയും അവളുടെ അമ്മയും. അവള് എനിക്ക് ചേർന്ന പെണ്ണല്ല എന്ന് എനിക്ക് പണ്ടേ അറിയാമായിരുന്നു. പക്ഷേ വിധി അവൾ എന്നെ തലയിൽ കൊണ്ടേയിട്ടു. അവളും അവളുടെ അമ്മയാണ് ഇത് ചെയ്തതെന്നാ തോന്നുന്നത്. അല്ലെങ്കിൽ അബിയോ അല്ലെങ്കിൽ അപ്പച്ചിയോ ഇവരിൽ ആരെങ്കിലും ഒരാളായിരിക്കും ഇത് ചെയ്തത്. പക്ഷേ ഒരു തെറ്റും ചെയ്യാത്ത നയനേടത്തെയാണ് എല്ലാവരും കൂടി കുറ്റം പിഴയുന്നത്. നയനേടത്തി നവ്യടത്തിക്ക് വേണ്ടി കാച്ചുവെച്ചിരിക്കുന്ന പാലാണ്. എന്തായാലും അവരുടെ ഉന്നം നവ്യടത്തിയുടെ കുഞ്ഞിനെ കളയുക എന്നുള്ളതായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും അനി സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. നീയും അനാമികയും നല്ലതുപോലെ തന്നെ മുന്നോട്ട് പോകണം. നിങ്ങൾ പിരിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എൻ്റെ ചേച്ചിയെ തന്നെയാണ് ബാധിക്കാൻ വേണ്ടി പോകുന്നത്. ചേച്ചിയായിരിക്കും നിങ്ങളെ രണ്ടുപേരെയും അടിച്ച് പിരിയിപ്പിച്ച എന്നുള്ള രീതിയിലുള്ള സംസാരമൊക്കെ വരും അനി എന്ന് പറയുമ്പോൾ അതൊക്കെ എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒന്നിനും മുന്നോട്ട് നിൽക്കാത്തത്. അല്ലെങ്കിൽ ഞാൻ അവളെ എന്നേ തല്ലി പുറത്താക്കിയേനെ എന്നുള്ള കാര്യമൊക്കെ പറയാണ് കേട്ടോ. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി സംസാരിച്ച് നിൽക്കുമ്പോഴാണ് കറക്റ്റ് അനാമിക ഹോസ്പിറ്റലിലേക്ക് കയറി വരുന്നത്. നന്ദുവിനെ അനിയും കണ്ടു കഴിഞ്ഞാൽ പിന്നെ അനാമികയുടെ കാര്യം പറയണ്ടല്ലോ. കല്ല് തുള്ളിയ രീതിയിലാണ് നിൽക്കുന്നത്. ഞാനില്ലാത്ത തക്ക നോക്കിയിട്ട് നിന്റെ പഴയ കമ്മിയെ വിളിച്ചിട്ട് സലപിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ എന്ന് ചോദിക്കാണ് കേട്ടോ അനാമിക. നീ അനാവശ്യം പറയരുത് എന്നുള്ള കാര്യം അനി പറയുമ്പോഴേക്കും നന്ദു പറയുന്നുണ്ട്, ഞാനിവിടെ അനി ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതല്ല. ആദർശേട്ടനും നയനേടത്തിയും ഇവിടെ ഉണ്ടെന്ന് കരുതിയിട്ട് വന്നതാണ്. പക്ഷേ അവര് വീട്ടിലേക്ക് പോയത് ഇവിടെ വന്നപ്പോൾ അനിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, അല്ലാതെ അനിയെ കാണാൻ വേണ്ടി വന്നതല്ല ഞാൻ എന്ന് പറയണേ. ഇതൊക്കെ നിങ്ങൾ മനഃപൂർവ്വം പ്ലാൻ ചെയ്തിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് എനിക്ക് നന്നായിട്ട് അറിയാം. അല്ലെങ്കിൽ നീ വരുന്ന കറക്റ്റ് സമയത്ത് എങ്ങനെയാ ആദർശേട്ടനും നയനേച്ചിയും ഇവിടുന്ന് പോകുന്നത്? എന്നെ മുമ്പിൽ നിങ്ങൾ പൊട്ടന്മാരാവാൻ വേണ്ടി ശ്രമിക്കേണ്ട എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് അനാമിക ആകെ കല്ലുതുള്ളി നിൽക്കുകയാണ് കേട്ടോ. നിന്റെ അടുത്തൊന്നും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞിട്ട് അനിയാണെങ്കിൽ അവിടുന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അത് കഴിഞ്ഞ് വീട്ടിലെത്തിയ ആദർശും നയനയും കൂടി ചേർന്ന് മുത്തശ്ശൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ, അമ്മയുടെ നില ക്രിട്ടിക്കലാണ്. ICUയിൽ പോയിട്ട് നയനെ കണ്ടിട്ട് പോലും അമ്മ നയനയുടെ മഹത്വം മനസ്സിലാക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അവളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ICUയിൽ കയറി കണ്ട അവളെ അമ്മ അവിടുന്ന് ആട്ടി ഓടിക്കുന്നത് പോലെ പറഞ്ഞു വിട്ടു. അമ്മയ്ക്ക് അവളാണ് ബ്ലഡ് കൊടുത്തതെന്നുള്ള കാര്യം പോലും അമ്മയുടെ അടുത്ത് നേരിട്ട് പറയാൻ പറ്റാത്തൊരവസ്ഥയായി. ഒരുപക്ഷെ അമ്മ സ്വീകരിച്ചത് നയനയുടെ ബ്ലഡ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ അമ്മ ചിലപ്പോൾ എന്ത് ചെയ്യുന്നുള്ള കാര്യം പറയാൻ പോലും പറ്റില്ല മുത്തശ്ശ എന്നൊക്കെ പറയുമ്പോൾ, മോനെ ഇതിന് എല്ലാത്തിനും ഒരു തിരിച്ചറിവ് വരുന്ന ഒരു ദിവസം ഉണ്ടാകും. ആ ദിവസത്തിന് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കണം. നയനയുടെ മഹത്വം നിന്റെ അമ്മ അധികം വൈകാതെ തന്നെ മനസ്സിലാക്കും എന്ന് പറയാൻ കേട്ടോ. അമ്മയ്ക്ക് പാലിൽ വിഷം കറക്കി കൊടുത്തത് ഇവളാണെന്നുള്ള രീതിയിലുള്ള സംസാരമാണ് അവിടെ അമ്മയും ഒക്കെ പറയുന്നതെന്ന് പറയുമ്പോൾ, അത് ദേവയാനിയുടെ അടുത്ത് ആരാ പറഞ്ഞതെന്ന് ചോദിക്കുകയാണേ. ആര്? ഇവിടുന്ന് അനാമികയും അവളുടെ അമ്മയും കൂടി വന്നിട്ട് ICUയിൽ ചെന്ന് എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അമ്മയെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ, നയനയെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ. എന്തായാലും ദേവയാനി തിരിച്ചെത്തട്ടെ, ബാക്കിയെല്ലാം എന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയാമെന്ന് മുത്തശ്ശൻ പറയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ആദർശും നയനയും തിരിച്ച് ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ അവിടെ നന്ദു ഉണ്ട് കേട്ടോ. അനാമിക ആകെ കലിയുടുത്തുള്ളി നിൽക്കുകയാണല്ലോ. നിങ്ങൾ രണ്ടുപേരും മനഃപൂർവ്വം ഇവിടുന്ന് പോയിട്ട് അനിയെ ഇവിടെ തനിച്ചാക്കിയിട്ട് നന്ദുവിനെ സംസാരിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതായിരിക്കുമല്ലോ ഇവിടെ എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുമ്പോൾ, അനാവശ്യം പറയരുത് എന്നുള്ള കാര്യം പറയാൻ കേട്ടോ നയന. കേട്ട് നിൽക്കുന്നതിനും കണ്ടു നിൽക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് അനാമികെ. ഇനി കൂടുതൽ കളിച്ചു കഴിഞ്ഞാൽ നിന്നെയും നിന്റെ അമ്മയും ചുരുട്ടിക്കുട്ടി ഒരു മൂലക്കിലിരുത്തും. ആദർശേട്ട ഇവളടുത്ത് പറഞ്ഞേക്കെന്നൊക്കെ നയനെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും അനാമികയെ ഇനി എന്തായാലും നയനെ വെറുതെ വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അനാമികയ്ക്കുള്ള പണി വഴിയേ വരുന്നുണ്ട്. ആ എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. മറ്റൊരു വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക് യു.